ചോദ്യം, സോഡാ കുപ്പി തുറക്കുമ്പോൾ കുമിളകളായി പുറത്തുവരുന്ന വാതകമേത്? ഉത്തരം കാർബൺ ഡയോക്സൈഡ്. ചോദ്യം, സാർവിക ലായകം അഥവാ യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്നറിയപ്പെടുന്നതേത്? ഉത്തരം ജലം. ചോദ്യം, ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണിക ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം തന്മാത്ര. ചോദ്യം, ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണിക ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ആറ്റം. ചോദ്യം, ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമേത്? ഉത്തരം ഹൈഡ്രജൻ. ചോദ്യം, ഹൈഡ്രോക്ലോറിക് ആസിഡും മഗ്നീഷ്യവും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമേത്? ഉത്തരം ഹൈഡ്രജൻ. ചോദ്യം, സോഡിയം, പൊട്ടാസ്യം എന്നീ ലോഹങ്ങൾ ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമേത്? ഉത്തരം ഹൈഡ്രജൻ. ചോദ്യം, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ പുറത്തു വരുന്ന വാതകമേത്? ഉത്തരം ഓക്സിജൻ. ചോദ്യം, പഞ്ചസാരയിലെ ഘടകമൂലകങ്ങളേവ? ഉത്തരം കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ചോദ്യം, ഉറുമ്പ് കടിക്കുമ്പോൾ ശരീരത്തിലേക്ക് കുത്തിവയ്ക്കുന്ന ആസിഡ് ഏത്? ഉത്തരം ഫോർമിക് ആസിഡ്. ചോദ്യം, ചുണ്ണാമ്പ് വെള്ളത്തിൻ്റെ ശാസ്ത്രീയ നാമം അഥവാ രാസനാമം എന്ത്? ഉത്തരം കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ചോദ്യം, ലോഹസങ്കരങ്ങൾ, ഘടകലോഹങ്ങൾ. അൽനിക്കോ എന്ന ലോഹസങ്കരത്തിലെ ഘടകലോഹങ്ങളാണ് അലൂമിനിയം, അയൺ, നിക്കൽ, കൊബാൾട്ട്. നിക്രോം എന്ന ലോഹസങ്കരത്തിൻ്റെ ഘടകലോഹങ്ങളാണ് നിക്കൽ, ക്രോമിയം, അയൺ. ബ്രാസ് അഥവാ പിച്ചള എന്ന ലോഹസങ്കരത്തിൻ്റെ ഘടകലോഹങ്ങളാണ് കോപ്പറും സിങ്കും. ബ്രോൺസ് അഥവാ ഓട് എന്ന ലോഹസങ്കരത്തിൻ്റെ ഘടകലോഹങ്ങളാണ് കോപ്പറും ടിന്നും. ചോദ്യം, മൂലകത്തിൻ്റെ ലാറ്റിൻ നാമം മൂലകം. നാട്രിയൻ എന്ന ലാറ്റിൻ നാമം സോഡിയത്തിൻ്റേതാണ്. കാലിയം എന്ന ലാറ്റിൻ നാമം പൊട്ടാസ്യത്തിൻ്റേതാണ്. ഫെറം എന്ന ലാറ്റിൻ നാമം അയണിൻ്റേതാണ്. ചോദ്യം, പദാർത്ഥത്തിൻ്റെ നാലാം അവസ്ഥ ഏതു പേരറിയപ്പെടുന്നു? ഉത്തരം പ്ലാസ്മ. ചോദ്യം, പദാർത്ഥത്തിൻ്റെ അഞ്ചാം അവസ്ഥ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ചോദ്യം, പദാർത്ഥത്തിൻ്റെ ആറാം അവസ്ഥ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഫെർമയോണിക് കണ്ടൻസേറ്റ്. ചോദ്യം, എന്താണ് ഉത്പതനം അഥവാ സബ്ലിമേഷൻ? ഉത്തരം ചില ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകാവസ്ഥയിലേക്ക് മാറാതെ നേരിട്ട് വാതകമായി മാറുന്നു. ഈ പ്രക്രിയയാണ് ഉത്പതനം അഥവാ സബ്ലിമേഷൻ.